നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ദിനം ഇന്ന് 1201 കർക്കിടക മാസം 9-ാം തീയതി ശനിയാഴ്ചയാണ്. മന്ദവാരമാകുന്നു. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ജൂലൈ മാസം 25-ാം തീയതി. സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:47. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ശനിയാഴ്ചകളിൽ കാലത്ത് 9 മുതൽ 10:30 വരെ രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി ഉച്ചയ്ക്ക് 12 മണി വരെ ഏകാദശി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ഏകാദശി വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും അത് വളരെയധികം ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏകാദശിയിൽ തിഥിയിൽ ജനിച്ച കുട്ടികൾക്ക് വെണ്ണ നിവേദ്യം, പാൽപ്പായസം, തുളസിമാല വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ഏകാദശി തിഥിയിൽ ജനിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ദർശനം നടത്താൻ, വഴിപാടുകൾ ചെയ്യാം. കറുത്തപക്ഷത്തിലെ ഏകാദശിയുമാണ് കൂടുതൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. 2 ഏകാദശിയും കൃഷ്ണപ്രീതിക്ക് വളരെ ഗുണമാണെന്ന് അറിയുക. മറ്റൊരു പോരായ്മ ഇന്നത്തെ ദിനത്തിന് എന്താണ്? ഇന്ന് 12 മണി വരെ വിഷ്ടികരണമാണ്. കരണത്തിൽ വളരെ ദുർബലമാണ്. അശുഭ കരണമാണ് വിഷ്ടികരണം. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം അധികച്ചതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ യാതൊരു ഗുണവും ഉണ്ടാകില്ല. ഇന്നത്തെ നക്ഷത്രവും അപ്രകാരമാണ്. ഇന്ന് ജ്യേഷ്ഠ തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട ഒരു ശുഭനക്ഷത്രമാണോ? നാം 7 നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. അതിലൊരു നക്ഷത്രമാണ് തൃക്കേട്ട. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ. തൃക്കേട്ട ജ്യേഷ്ഠ. മുപ്പൂരം പൂരം പൂരാടം പൂരുരുട്ടാതി. പിന്നീട് യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അകിയായില്യം. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. അതിനാൽ ഒരു നല്ല ദിനമാണോ ശനിയാഴ്ച ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വളരെ സാവധാനമാണ് പരിസമാപ്തിയിലെത്തുക. നക്ഷത്രമാണെങ്കിൽ ഇപ്രകാരം വിഷ്ടികരണം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശുഭ മുഹൂർത്തം ഇന്നത്തെ ദിനത്തിൽ നൽകാൻ നിർവാഹമില്ല. ഇതെൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, ശനിയാഴ്ചയാണ്. തൃക്കേട്ട നക്ഷത്രമായാൽ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആയില്യം തൃക്കേട്ട രേവതി ബുധനാകുന്നു. അതിനാൽ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, അവിൽ നിവേദ്യം, പാൽപ്പായസം ഭഗവാൻ ചെയ്യുക. ശ്രീരാമസ്വാമി അല്ലെങ്കിൽ വിഷ്ണു സ്വാമി, അപ്രകാരം ഹനുമാൻ സ്വാമിക്ക് ഓം ഹം ഹനുമതേ നമഃ, അവിടെ അവൽ നിവേദ്യം വഴിപാടായി ചെയ്യുക. എല്ലാ കാര്യങ്ങളും സമംഗളമായി പര്യവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.